ഒരു കൊട്ടാ ചിരിയുണ്ടല്ലോ. ആണോ? ആണ്. ചിരി ചിരിയോ അതുപോലുള്ള ചിരിയാണോ? ആ. എങ്ങനെ ഈ ചിരി കിട്ടി? അയ്യോ അത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് വരും. തന്നാലെ വരുന്നതാണോ? Automatic ചിരി. നെർവസ് ആവുമ്പോ അധികം ചിരിക്കുന്നതാണോ അത്? ടെൻഷൻ ആവുമ്പോ ആ ഇവിടെ കയറുമ്പോ എക്സ്ട്രാ ചിരിയുണ്ട്. എക്സ്ട്രാ അങ്ങനെ വരും ചെലപ്പോ. ബൈ ഡിഫോൾട്ട് എന്തോ ആണ്. ആ ബൈ ഡിഫോൾട്ട്. അതെ. മിനുകൂട്ടാ, എന്തോ എനിക്കൊരു വലിയൊരു പാഠം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ അത് പറയട്ടെ. ആ എന്താ വെച്ചാ ചിത്ര ചേച്ചിയുടെ പല റെക്കോർഡിങ്സിനും ഞാൻ പഴയ കാലത്ത് ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ കാറിൽ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് കീരവാണി സാറിന്റെ റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ട്, രവീന്ദ്രൻ മാസ്റ്ററുടെ പോയിട്ടുണ്ട്, ഇളയരാജ സാറിന്റെ റെക്കോർഡിങ്, അങ്ങനെ ദേവ സാറിന്റെ പല റെക്കോർഡിങ്ങിന് പോകും. ആ. അപ്പോ ചേച്ചി കാറിൽ നിന്ന് ഇറങ്ങി ഓരോ ആൾക്കാരെ കാണുമ്പോഴും വളരെ ആത്മാർത്ഥമായിട്ട് ചേച്ചി ചിരിക്കും. ആ ചിലപ്പോൾ ചായ എടുത്ത് കൊടുക്കുന്ന ഒരാളായിരിക്കും, പക്ഷെ ആ ആളുടെ അടുത്തും സംസാരിക്കും, ചേച്ചി ചിരിക്കും, കുറച്ച് അന്വേഷണം ഒക്കെ ചെയ്യും. അങ്ങനെ ഏറ്റവും വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ചിരിക്കും. അതേസമയം എനിക്കാണെങ്കിൽ ഒരു പരിചയം ഇല്ലെങ്കിൽ എനിക്ക് ചിരിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഒന്ന് പരിചയപ്പെട്ട് വന്നതിന് ശേഷം പിന്നെ ചിരി വരുള്ളൂ, അതൊരു ചിരി വരൂല. അപ്പൊ ഇങ്ങനെ എല്ലാരും വരിക്കും ദുഷ്ടനാന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജും കൂടെ ആകുമ്പോ അത് ശരിയല്ല എന്നുള്ളത് തോന്നുന്നു. അപ്പോൾ ചിത്ര ചേച്ചി ഒരു ദിവസം എൻ്റെ പറഞ്ഞു, കുട്ടാ ഒന്ന് ചിരിച്ചൂടെ? അപ്പൊ ഞാനിങ്ങനെ നോക്കിയത്, അപ്പൊ ചേച്ചി പറഞ്ഞു നമ്മൾ ചിരിക്കണം. ചിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ തമ്മിലുള്ള സ്നേഹം നമ്മൾ പടർത്തുകയാണ് എന്നുള്ളത് ചേച്ചിയാണ് എന്നെ പഠിപ്പിച്ചതെന്ന്. ആ ചിരി എന്നും ഞാൻ ചേച്ചിയെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു. ചേച്ചി പഠിപ്പിച്ച പാഠാണ്. അപ്പൊ ആ ചേച്ചിയുടെ ആ ഒരു ജീവിതത്തിൽ നമ്മൾ നോക്കുന്നത്, ചേച്ചി എല്ലാവരും ഇഷ്ടപ്പെടുന്നത്, ലോകം എമ്പാടും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ പാട്ടെന്ന പോലെ തന്നെ ചേച്ചിയുടെ ചിരിയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചിരിക്കാൻ പഠിച്ചത്. അപ്പൊ എന്നെ ചിരിക്കാൻ പിന്നെയും പിന്നെയും പഠിപ്പിക്കുകയാണ് ആരാ? ഇന്ന് ആവണിക്കുട്ടിയാണ്. അത് ആവണിക്കുട്ടി എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാരോട് ചിരിക്കണം, അപ്പൊ അത് പോസിറ്റിവിറ്റിയാണ്, കൂടുതൽ മനസ്സിലാവും. അപ്പൊ എന്നെയും പഠിപ്പിക്കുന്നുണ്ട് ആവണിക്കുട്ടി കേട്ടോ. താങ്ക് യു. MJ അങ്കിൾ, ഈ ടോപ്പ് സിംഗറിൽ ഇങ്ങനെ ഓരോ റൗണ്ട് വരുമ്പോഴും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ അത് വരാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. അതുപോലെ അതേ മനോഭാവത്തിൽ നിങ്ങൾ 3 പേരും നോക്കിയിരിക്കുന്ന ഒരു റൗണ്ടാണ് ഇപ്പൊ വരാൻ പോകുന്നത്. അതേതാണ് ആ റൗണ്ട്? ജഡ്ജസ് ചോയ്സ്. യെസ്, ജഡ്ജസ് ചോയ്സ് ആണ് വരാൻ പോകുന്നത്. ജഡ്ജസ് ചോയ്സിൽ പാടാനെത്തുന്നത് ഒരു ചീത്തക്കുട്ടിയാണെങ്കിലും നമ്മൾ നല്ല കുട്ടി എന്ന് മാത്രം പറയുന്ന ജിതക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ജിത ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് ഗുഡ് ഗേൾ. ഹായ്. ഹായ് ജിതക്കുട്ടി. എന്തോ ഏത് റൗണ്ട് ആയിരിക്കും വിചാരിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ ഉണ്ടോ? ഏത് പാട്ടാ കിട്ടാൻ പോകുന്നത്? ചെറുതായിട്ട് ടെൻഷൻ ഉണ്ട്. ജിതേനെ പക്ഷെ അങ്ങനെ ടെൻഷനായി കണ്ടിട്ടില്ലല്ലോ. അല്ല എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഉള്ളിൽ അതെ ടെൻഷൻ ഇല്ലായിരിക്കണമെങ്കിൽ എന്റെ ചോയ്സ് എടുക്കായിരുന്നു ആദ്യം. കണ്ട, അവള് മനസ്സിൽ MJ അങ്കിളിനെ മറ്റോ ഓർത്ത് വന്നേ. ഫുൾ ടഫ് സോങ്സ് ആണ് MJ സാറിന്റെ ലിസ്റ്റിൽ മുഴുവൻ. വെരി ടഫ് സോങ്സ്. എല്ലാവർക്കും പണി കൊടുക്കാൻ വേണ്ടി കുറെ സെലക്ഷൻസ്. ടഫ് സോങ്സും ഇഷ്ടമാണ്. അപ്പൊ കുഴപ്പമില്ല, എന്നാ എടുക്കാം അല്ലേ? ഇത് കൂടുതൽ ഏതാ ഇഷ്ടം? പെർഫോമൻസ്. ഇത് കേട്ടിട്ടുണ്ടോ? When the going gets tough, the tough gets going. എങ്ങനെയുണ്ട്? ഓ സൂപ്പർ, അത് കൊള്ളാം. അടിപൊളി. അപ്പൊ ടഫ് ആവുന്നതാണ് നല്ലത്. അതെ, അതുകൊണ്ടാണ് ഞാൻ ടഫ് ആയിട്ടുള്ള സെലക്ഷൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ Okay. കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് ഓ ബുദ്ധിമുട്ടി തന്നെ അതിന്റെ മുന്നോട്ടേക്ക് വരട്ടെ എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. അതുകൊണ്ട് എല്ലാം സെറ്റ്. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക്, അതെ ഉരുണ്ട് കളിക്കാം.